ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. പൂന്താനത്തിന്റെ രചനയാണ് ജ്ഞാനപ്പാന. പൂന്താനം 16-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തകവിയായിരുന്നു പൂന്താനം. പൂന്താനവും എഴുത്തച്ഛനും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് പൂന്താനവും എഴുത്തച്ഛനും ജീവിച്ചിരുന്നത്? 16-ാം നൂറ്റാണ്ടിലാണ് പൂന്താനവും എഴുത്തച്ഛനും ജീവിച്ചിരുന്നത്. ജ്ഞാനപ്പാന പുരസ്കാരം നൽകി തുടങ്ങിയത് 2004 മുതലാണ്. ആദ്യമായിട്ട് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ജി അരവിന്ദനാണ്. സമ്മാനത്തുക 50,001 രൂപ. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 50,001 രൂപയാണ്. പൂന്താനത്തിന്റെ രചനകളാണ് ജ്ഞാനപ്പാന, ഭാഷാ കർണാമൃതം, സന്താനഗോപാലം പാന, നാരായണീയ സ്തോത്രങ്ങള്, ദശാവതാര സ്തോത്രം. ഇവയൊക്കെ പൂന്താനത്തിന്റെ രചനകളാണ്. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. 2023 വി മധുസൂദനൻ നായർക്കുമാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 ആർക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്? കെ ജയകുമാർ. വി മധുസൂദനൻ നായർക്ക് എന്നാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്? 2023 അപ്പോൾ പൂന്താനം ഒരു ഭക്തകവിയായിരുന്നു. 16-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവിയാണ് പൂന്താനം. പൂന്താനത്തിന്റെ രചനയാണ് ജ്ഞാനപ്പാന. പൂന്താനവും എഴുത്തച്ഛനും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ് എഴുത്തച്ഛനും പൂന്താനവും. ജ്ഞാനപ്പാന പുരസ്കാരം നൽകി തുടങ്ങിയത് 2004 ആദ്യമായി ലഭിച്ചത് ജി അരവിന്ദനാണ്. സമ്മാനത്തുക എത്രയാണ്? 50,001 രൂപയാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. ജ്ഞാനപ്പാന, ഭാഷാ കർണാമൃതം, സന്താനഗോപാലം പാന, നാരായണീയ സ്തോത്രങ്ങള്, ദശാവതാര സ്തോത്രം ഇവയൊക്കെ പൂന്താനത്തിന്റെ രചനകളാണ്. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനും, 2023 വി മധുസൂദനൻ നായർക്കും, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കുമാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരത്തെ കുറിച്ച് പഠിക്കാം. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി എൻ ഗോപികൃഷ്ണനാണ്. അപ്പോൾ 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. സമ്മാനത്തുക 30,000 രൂപയാണ്. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. തുളസീദാസ് രാമായണം മലയാള വിവർത്തനം അതിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാക്കിയത്. രണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഒ വി വിജയനാണ്. ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒ വി വിജയനാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ്. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫിന്റെ ബുധിനി എന്ന കൃതിക്കാണ്. അപ്പോൾ ബുധിനി ആരുടേതാണ്? സാറ ജോസഫിന്റേതാണ്. 2021 എത്രാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്? 51ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? സാറ ജോസഫിന് ലഭിച്ചത്. കൃതി ഏതാണ്? ബുധിനി. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. കൃതി ഏതാണ്? പ്രാണവായു. അപ്പോൾ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. കൃതി ഏതാണ്? പ്രാണവായു. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ്. അപ്പോൾ 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി എൻ ഗോപികൃഷ്ണനാണ്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതി ആരുടേതാണ്? പി എൻ ഗോപികൃഷ്ണന്റേതാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാക്കിയ
കൃതിയാണ് കവിത മാംസഭോജിയാണ് എന്നത്. ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാണ് ലളിതാംബിക അന്തർജനം. കൃതി ഏതാണ്? അഗ്നിസാക്ഷി. അപ്പോൾ അഗ്നിസാക്ഷിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. സമ്മാനത്തുക എത്രയാണ്? 30,000 രൂപയാണ് സമ്മാനത്തുക. ആദ്യമായി ലഭിച്ചത് ആർക്ക്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 1969 തുളസീദാസ രാമായണം മലയാള വിവർത്തനം എന്ന കൃതിക്കാണ് തുളസീദാസ രാമായണം മലയാള വിവർത്തനത്തിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് 1969 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് OV വിജയനാണ്. അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ്. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫാണ്. കൃതി ബുധിനി. 2022 ആർക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? അംബികാസുധൻ മങ്ങാടിനാണ്. എത്രാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചത്? 52ാമത്തത്. കൃതി ഏതാണ്? പ്രാണവായു. 2023 ഓടക്കുഴൽ പുരസ്കാരം എത്രാമത്തെ ഓടക്കുഴൽ പുരസ്കാരമാണ്? 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് 2023 നൽകിയത്. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം നൽകിയത്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന കൃതിയാണ് ലളിതാംബിക അന്തർജനത്തെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അടുത്ത നോക്കാം. അടുത്ത ഏതാണ്? ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസിനാണ്. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണിദാസ് ആണ്. ഹരിവരാസന പുരസ്കാരം ആദ്യമായി സമ്മാനിച്ചത് 2012 സമ്മാനത്തുക 1,00,000 രൂപയാണ്. ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ് 2012. രണ്ടാമത് ലഭിച്ചത് KG ജയനാണ് 2013. 2013 രണ്ടാമത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ജയനാണ്. 2022 ആലപ്പുഴ രംഗനാഥനാണ്. ആലപ്പുഴ രംഗനാഥനാണ് 2022 ഹരിവരാസന പുരസ്കാരം. ശ്രീകുമാരൻ തമ്പിക്ക് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് 2023 അപ്പോൾ 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസിനാണ്. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? PK വീരമണിദാസിനാണ്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം ആദ്യമായി സമ്മാനിച്ചതെന്നാണ്? 2012 സമ്മാനത്തുക 1,00,000 രൂപയാണ്. ആദ്യമായി നൽകിയത് KJ യേശുദാസിന്. രണ്ടാമത് 2013 നൽകിയത് KG ജയനാണ്. ആലപ്പുഴ രംഗനാഥന് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 2022 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസിനാണ്. എന്നാൽ 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണിദാസ് ആണ് 2024 ഹരിവരാസന പുരസ്കാര ജേതാവ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു? SK വസന്തന്. സമ്മാനത്തുക എത്രയാണ്? 5,00,000 രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5,00,000 രൂപയാണ്. ആദ്യമായി നൽകിയത് 1993 അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? 1993 മുതലാണ്. ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് 1994 ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. അപ്പോൾ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്? രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 1994 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിതയാണ് ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മയാണ്. അപ്പോൾ
സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്നാണ് 1993 ആദ്യമായി ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ലഭിച്ചത് 1994 ആർക്കാണ്? തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ്? ബാലാമണിയമ്മയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പി വത്സലയ്ക്കാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. അപ്പോൾ 2021 പി വത്സലയ്ക്ക്, സേതുവിന് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആണ് ലഭിച്ചത്. എസ് കെ വസന്തന് ലഭിച്ചത് 2023 എസ് കെ വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 2023. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? എസ് കെ വസന്തനാണ്. 2023 ആർക്ക് ലഭിച്ചു? പി വത്സല. 2022 സേതു. 2023 എസ് കെ വസന്തൻ. അടുത്തത് വയലാർ അവാർഡ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് 1977 സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. അപ്പോൾ വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അവാർഡ് നൽകുന്നത് വയലാർ ചരമദിനമായ ഒക്ടോബർ 27 വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ അവാർഡ് നൽകുന്നത്. ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് നൽകിയത്. രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് പി കെ ബാലകൃഷ്ണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക് പി കെ ബാലകൃഷ്ണനാണ് രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. കൃതി ഏതാണ്? അഗ്നിസാക്ഷി. രണ്ടാമത്തെ വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? പി കെ ബാലകൃഷ്ണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ്. അപ്പോൾ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയതെന്നാണ്? 1977 സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അവാർഡ് നൽകുന്നത് ഏത് ദിവസമാണ്? വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ അവാർഡ് നൽകുന്നത്. 2023 വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2021 ലഭിച്ചത് ബെന്യാമിനാണ്. അപ്പോൾ 2021 വയലാർ അവാർഡ് ആർക്കാണ്? ബെന്യാമിനാണ്. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടെ കൃതിയാണ്? ബെന്യാമിന്റെ കൃതിയാണ്. 2021 വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമിൻ. 2022 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ്. അപ്പോൾ 2022 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2023 വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചു? ബെന്യാമിന് ലഭിച്ചു. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? എസ് ഹരീഷിനാണ്. മീശ എന്ന കൃതിക്ക്. 2023 ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 ലഭിച്ചത്. അപ്പോൾ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയതെന്നാണ്? 1977 സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. വയലാർ അവാർഡ് നൽകുന്നത് ഏത് ദിവസമാണ്? അദ്ദേഹത്തിന്റെ ചരമദിനമായ ഒക്ടോബർ 27 ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. കൃതി അഗ്നിസാക്ഷി. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? പി കെ ബാലകൃഷ്ണനാണ്. കൃതി ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയാണ്.
അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. അപ്പോൾ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയ. സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ആദ്യമായി ലഭിച്ചത് തിക്കൊടിയനാണ്. അപ്പോൾ ആദ്യമായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിക്കൊടിയനാണ്. 2022 ലഭിച്ചത് സേതുവിനാണ്. അപ്പോൾ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2023 ലഭിച്ചത് സക്കറിയയ്ക്കാണ്. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ആദ്യമായി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കൊടിയനാണ്. 2022 സേതുവിന്, 2023 സക്രിയയ്ക്കുമാണ്. അപ്പോൾ പി കുഞ്ഞനന്ദൻ നായർ എന്ന് അറിയപ്പെടുന്നതാണ് തിക്കൊടിയൻ. അപ്പോൾ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? പി കുഞ്ഞനന്ദൻ നായരെയാണ്. അപ്പോൾ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. സേതു എ സേതുമാധവൻ, സക്കറിയ പോൾ സക്കറിയ. അപ്പോൾ സക്കറിയ പോൾ സക്കറിയയാണ്, സേതു എ സേതുമാധവൻ, തിക്കൊടിയൻ പി കുഞ്ഞനന്ദൻ നായരുമാണ്. ഇനി മലയാറ്റൂർ പുരസ്കാരം നോക്കാം. മലയാറ്റൂർ പുരസ്കാരം 2024 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. 17ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് സാറ ജോസഫിന് ലഭിച്ചത്. നോവൽ ഏതാണ്? എസ്തേർ. എസ്തേർ എന്ന നോവലിന് സാറ ജോസഫിന് 17ാമത് മലയാറ്റൂർ പുരസ്കാരം 2024 ലഭിച്ചു. സമ്മാനത്തുക എത്രയാണ്? 25,000 രൂപയാണ് മലയാറ്റൂർ പുരസ്കാര സമ്മാനത്തുക. ഏർപ്പെടുത്തിയത് 2006 ആദ്യത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്, നാരായണം എന്ന കൃതിക്ക്. അപ്പോൾ ആദ്യത്തെ മലയാറ്റൂർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പെരുമ്പടവം ശ്രീധരനാണ്. രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണിക്കാണ്. രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ പി രാമനുണ്ണിക്കാണ്. ജീവിതത്തിന്റെ പുസ്തകം എന്ന കൃതിക്കാണ്. ഏത് കൃതിക്കാണ്? ജീവിതത്തിന്റെ പുസ്തകം എന്ന കൃതിക്ക് രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണിക്കാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് രജനി സുരേഷിനാണ്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? രജനി സുരേഷിന്. അപ്പോൾ മലയാറ്റൂർ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. 17ാമത് മലയാറ്റൂർ പുരസ്കാരമാണ്. നോവൽ ഏതാണ്? എസ്തേർ. സമ്മാനത്തുക എത്രയാണ്? 25,000 രൂപ. ഏർപ്പെടുത്തിയത് 2006. ആദ്യത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്, നാരായണം എന്ന കൃതിക്ക്. രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണിക്കാണ്. കൃതി ഏതാണ്? ജീവിതത്തിന്റെ പുസ്തകം. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? രജനി സുരേഷിനാണ്. വള്ളുവനാടൻ വിഷക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പിനാണ്. വള്ളുവനാടൻ വിഷക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പിന് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? രജനി സുരേഷിനാണ്. രജനി സുരേഷിന് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് 2024 ലഭിച്ചു. എന്താണ് ഓർമ്മക്കുറിപ്പിന്റെ പേര്? വള്ളുവനാടൻ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്നതാണ് രജനി സുരേഷിന്റെ ഓർമ്മക്കുറിപ്പ്. ഇതിനാണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് 2024 ലഭിച്ചത്. 2023 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. അപ്പോൾ 2023 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിന് 2023 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. അപ്പോൾ 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ. ആദ്യത്തെ മലയാറ്റൂർ പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ, നാരായണം എന്ന കൃതി. രണ്ടാമത്തെ മലയാറ്റൂർ പുരസ്കാരം കെ പി രാമനുണ്ണി, ജീവിതത്തിന്റെ പുസ്തകം. 16ാമത് ബെന്യാമിൻ, നിശബ്ദ സഞ്ചാരങ്ങൾ. 17ാമത് സാറ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിന്. വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പിന് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് രജനി സുരേഷിനാണ്. അടുത്തത് കടമ്മനിട്ട പുരസ്കാരം. 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്.
അപ്പോൾ 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. ഈ കടമ്മനിട്ട അവാർഡ് ഏർപ്പെടുത്തിയത് 2015 കടമ്മനിട്ട അവാർഡ് ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 2015. സമ്മാന തുക 55,555 രൂപയാണ്. അപ്പോൾ കടമ്മനിട്ട പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 55,555 രൂപയാണ് സമ്മാന തുക. ആദ്യത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2015 ലഭിച്ചത് ആർക്കാണ്? ONV കുറുപ്പിനാണ്. അപ്പോൾ 2015 ആദ്യത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ONV കുറുപ്പിനാണ്. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ 2023 കടമ്മനിട്ട പുരസ്കാരം ആർക്ക് ലഭിച്ചു? പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2024 റഫീഖ് അഹമ്മദിന്. 2024 കടമ്മനിട്ട പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ കടമ്മനിട്ട പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? കടമ്മനിട്ട പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 2015. സമ്മാന തുക എത്രയാണ്? 55,555 രൂപ. ആദ്യത്തെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ്? ONV കുറുപ്പാണ്. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2024 ആർക്ക് ലഭിച്ചു? റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചത്. ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. പൂന്താനവും എഴുത്തച്ഛനും ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? 16-ാം നൂറ്റാണ്ടാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്ക്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. സമ്മാന തുക എത്രയാണ്? 30,000 രൂപയാണ്. അടുത്തത് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസിനാണ്. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കുമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? SK വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനുമാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. 2021 ലഭിച്ച ബെന്യാമിനാണ്. 2022 S ഹരീഷിന് ലഭിച്ചു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സക്രിയയ്ക്കാണ്. 2024 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സാറ ജോസഫിനാണ്. 17ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് 2024. 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.